ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്മനീർ പൂവിൽ അങ്ങനെ വർഷയുടെ അമ്മ ചെക്ക് കൊണ്ടുവന്നിട്ട് ചന്ദ്രോദയത്തിൽ അടിയുണ്ടാക്കാന്നുള്ള സ്വപ്നം വെറും വിഫലമാവുകയാണ്. എന്നിട്ട് ചെക്ക് തിരിച്ചു കൊണ്ടുപോകണം. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ഞാനും വർഷ നീ വീട്ടിലത്തെ അംഗങ്ങളല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടുപ്പിട്ട് തരാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്, വർഷേനെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് കണക്കാക്കിയിട്ടുള്ള. വർഷയോട് ചോദിച്ചു നോക്കൂ, അവൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടോയെന്ന്. വർഷേനെ പൊന്നു പോലെ ഞങ്ങളിവിടെ എല്ലാവരും നോക്കുന്നുണ്ട്. അത് മാത്രം ആൻറ്റി പറയരുത്, ആൻറ്റി അതും പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കരുതെന്ന് പറയണം. അങ്ങനെ അല്ല, ഞാനിവിടെ പൈസ ഇല്ല, റൂം എടുക്കണം എന്നൊക്കെ പറയണ കേട്ടപ്പോൾ ഞാൻ ഒരു സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 7 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ട് വന്നത്. അതൊരു വലിയ തെറ്റായി. ഇനി മേലെ ഞാൻ ഇവിടുത്തെ ഒരു കാര്യത്തിൽ ഇടപെടില്ല, ഇനിയൊരു സഹായത്തിനും ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷയുടെ അമ്മ പിണങ്ങി ഇറങ്ങിപ്പോവാണ്. ഇറങ്ങി പോകുമ്പോൾ ചന്ദ്രമതി പറയും, കണ്ടോ അവർ പിണങ്ങി ഇറങ്ങി പോവാണ് ചെയ്തതെന്ന് പറയുമ്പോൾ വർഷ പറയും, ഇതിപ്പോൾ സച്ചേട്ടനാണ് ഇത്രയും കൊളാക്കിയതെന്നൊക്കെ വർഷ പറയും. അങ്ങനെ വർഷ റൂമിലേക്ക് പോകണം, എല്ലാവരും പോകണം. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്രേ ഞാൻ പറയേണ്ടതാണ് സച്ചി പറഞ്ഞത്. നിൻ്റെ അച്ഛൻ ഈ വീട് എനിക്ക് തരുമ്പോൾ അതൊരു ചെറിയ വീടായിരുന്നത്, ഈ വീട് ഇന്നത്തെ വീടാക്കിയത് ഞാനാണ്. എന്നിട്ടിപ്പോൾ എനിക്കൊരു സ്ഥാനം ഇല്ലാത്ത പോലെ ഞാൻ ആധാരം ചോദിച്ചപ്പോൾ നിനക്ക് നിൻ്റെ വീടായി ഇല്ലേ? ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് പൈസ കിട്ടുമോ, വേറെ വഴി കൂടെ എനിക്ക് പൈസ കിട്ടുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ ശ്രമിക്കും. റൂം എടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതൊന്നും ഇപ്പം എനിക്ക് അറിയണ കാര്യങ്ങളല്ല എന്നൊക്കെ പറയാണ്. ശ്രുതിയോട് പറയണ സച്ചി ചെയ്തതാണ് ശരി, സച്ചി പറയണത് ഞാൻ പറയേണ്ടത് സച്ചി പറഞ്ഞു എന്നുള്ളതിനെ അവനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ സച്ചിനെ ന്യായീകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, വർഷ റൂമിൽ പോയി ശ്രീകാന്തിനോട് പറയണേ, ഈ സച്ചേട്ടൻ എന്തിനാ ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കണം, എൻ്റെ അമ്മേനെ എന്തോരം ഇൻസൾട്ടാക്കിയിട്ടാണ് വിട്ടത്, പാവം എൻ്റെ അമ്മ ആകെ വിഷമിച്ചിട്ടായിരിക്കണേ, എൻ്റെ അമ്മ ആകെ വിഷമിച്ചിട്ടായിരിക്കും അമ്മേനെ ഇൻസൾട്ട് ചെയ്ത് വിടുക ചെയ്തത്. അപ്പോൾ ശ്രീകാന്ത് പറയും, നീ എന്തിനാ ഉള്ളതില്ലാത്തത് മുഴുവൻ അമ്മോട് വിളിച്ച് പറയണേ, എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നീ അമ്മയെ വിളിച്ച് പറയുമ്പോൾ, ഞാനത് ക്യാഷ്വലായിട്ട് പറഞ്ഞത്. അപ്പോഴേക്കും അമ്മ ചെക്കും കൊണ്ട് വരുന്ന ആരറിഞ്ഞോ, സച്ചേട്ടനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പോൾ പറയും, സച്ചേട്ടൻ ചെയ്തതാണ് ശരി, സച്ചേട്ടൻ പറയണതിൽ രേവതി എടുത്ത് പറയണതിലും കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ അമ്മ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് AC തന്നു വിട്ടത് ഇവിടെ പ്രശ്നം ഉണ്ടായി, ഇന്നിപ്പോൾ ചെക്ക് കൊണ്ട് വന്ന പ്രശ്നം ഉണ്ടായി. നിൻ്റെ അമ്മ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ വർഷം അതൊക്കെ തന്നു വിട്ട് ചോദിക്കും ശ്രീകാന്ത്. ഇപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ അമ്മയുടെ മേത്തേക്കായോ ചോദിക്കും വർഷേ അവരത് തരണേക്കാൾ മുന്നേ ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നമ്മളെങ്കിലും വിളിച്ചിട്ടൊന്ന് ആലോചിക്കണമായിരുന്നു. അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ലേ, അവർക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അമ്മോട് പറയുമ്പോൾ ജസ്റ്റ് അതിന് മുമ്പ് എന്നോട് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും ചോദിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ അമ്മോട് സംസാരിക്കാനേ പോലും, ഞാൻ അമ്മേനെ അച്ഛനെ വിളിക്കാനേ പോലും മതിയോ ശ്രീകാന്തിനെ ചോദിക്കും. പക്ഷേ നീ തല്ലുകൂടാൻ വേണ്ടിയിട്ട് പറയണതല്ല ഞാൻ, അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, വീട്ടുകാരോട് പറയുമ്പോൾ പറയണമെന്ന് അറിഞ്ഞിട്ട് വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ചെറിയ അടിപിടി ഉണ്ടാവുകയാണ്. അത് കഴിഞ്ഞു പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഈച്ചേനെയാണ്. ഈച്ച ഇങ്ങനെ ഷൂട്ടിങ് നടക്കുന്ന സീരിയൽ ഷൂട്ടിങ് നടക്കേണ്ട ആ സമയത്ത് നമ്മുടെ ബീരാനിക്ക, അതായത് ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കുന്ന ആൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ അന്ന് വണ്ടിയും കൊണ്ട് ഓടിപ്പോയതാണ്. ഇയാളെങ്കിൽ എന്തിനാണ് എടുക്കണം ചോദിക്കുമ്പോൾ അത് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് എടുക്കാതിരിക്കാൻ നിർവാഹമില്ല എന്ന് പറയണം. അങ്ങനെ വീണ്ടും അയാൾക്ക് ഷോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഷോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈച്ച അതിനെ വരികയാണ്. ഈച്ച വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഇയാൾ ഡയലോഗ് പറയാൻ നിന്നാർന്ന ഇയാൾ, അയ്യോ ഈച്ച പറയണേ, ഈച്ചയോ ഈച്ച എന്നെ കണ്ട പ്രശ്നമാവും, എന്താടോ ഈച്ച പറയണേ, ഞാൻ പറയണ ഡയലോഗ് പറയും പറയണ സംവിധായകൻ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈച്ച വരുമ്പോൾ ഈച്ച സീരിയലിലെ ഒരു ചാൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈച്ച വരുന്നത്. ഈച്ച കണ്ടിട്ടില്ല ശരിക്കും, ഇളയച്ചൻ്റെ മുഖം ഈച്ച കണ്ടിട്ടില്ല. പക്ഷേ ഇളയച്ചൻ ഈച്ചേനെ കണ്ടു, ബീരാനിക്ക കണ്ടു. ഈച്ചയെ കണ്ടോട് വിട്ട് ബീരാനിക്ക അവിടെ നിന്ന് ഇറങ്ങി ഓടണം. ഇതേ അയാൾ വീണ്ടും ഓടണം, ഒരു പ്രാവശ്യം അയാൾ ഓടിയത് അതേ വീണ്ടും ഓടണു പറയണം. അപ്പോൾ ഈച്ച പറയണേ, ഈ മനുഷ്യൻ എന്തിനാ ഇറങ്ങി ഓടണം? പക്ഷേ ബീരാനിക്കയുടെ മുഖം ഈച്ച കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഈച്ച വിചാരിക്കുന്നത് എന്തിനാ ഈ മനുഷ്യൻ ഇറങ്ങി ഓടണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് സച്ചിയും ഈച്ചയും കൂടി വെള്ളമടിക്കുമ്പോൾ സച്ചിയോട് പറയും, സച്ചി നീ ഇന്ന് കുറേ ഓവറാണ്, നീ എന്തിനാ അങ്ങനെ വെള്ളമടിക്കാൻ, മനസ്സ് സുഖമില്ലടാ, മനസ്സിനൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി, ഞാൻ സീരിയൽ അഭിനയിക്കുന്നിടത്തേക്ക് പോയിടാ, അവിടെ നിന്നിപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരാൾ ഓടണു, അയാൾ ഓടണു, ഓരോരുത്തർ സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിക്കണം, ഒരാളെ സീരിയലിൽ അഭിനയിക്കാൻ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണു, എന്തൊക്കെ ആൾക്കാരല്ലേ എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ ബീച്ച് പറയാം, വേണ്ട നീ ഭയങ്കര ഓവറാണ്, ഞാൻ നിന്നെ കൊണ്ടുപോയൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ പൊക്കോളാടാ പറയണ. സച്ചി സമ്മതിക്കണില്ല. എന്നിട്ട് സച്ചി തനിയെ പോവാണ്. പോയിട്ട് വീട്ടിൽ ചെന്നു, ഡോറ് തുറന്നപ്പോൾ രേവതി അവിടെ ഉണ്ട്. രേവതിനെ കണ്ടപ്പോൾ സച്ചി കുടിക്കാത്ത പോലെ അഭിനയിക്കുമ്പോൾ രേവതി പറയും, എനിക്ക് മനസ്സിലായി സച്ചേട്ടൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അഭിനയിക്കും മറക്കൊന്നും വേണ്ട, എനിക്കറിയായിരുന്നു സച്ചേട്ടൻ നല്ലോണം വെള്ളമടിക്കുന്നു എനിക്കറിയായിരുന്നു എന്ന് പറയാണ്.
അപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. രവീന്ദ്രനും ചന്ദ്രമതി അങ്ങോട്ട് വരുമ്പോൾ നീ ഇന്ന് വീണ്ടും വെള്ളം അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നായയുടെ പാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ, നിവരില്ലല്ലോ. ഒരിടയ്ക്ക് നിർത്തി ഇപ്പോൾ വീണ്ടും തുടങ്ങി പറയണം. അപ്പോൾ രവീന്ദ്രൻ പറയണം അവൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടായിരിക്കും എന്ന് പറയണം. വീണ്ടും സച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. സച്ചിൻ നല്ലോണം വെള്ളം അടിച്ചിട്ടാണ് വന്നേക്കണത്. അങ്ങനെ സച്ചിനെ വീണ്ടും ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. ഞാൻ തീരെ ചുരുക്കിയിട്ടാണ് കേട്ടോ കഥ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് നമുക്ക് കഥ ഒന്ന് അറിഞ്ഞിരിക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ തീരെ ചുരുക്കിയിട്ടാണ് കഥ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ, എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഓക്കെ, താങ്ക് യു.